കുട്ടിമണിയുടെ പിറന്നാളിന്റെ സന്തോഷം വയലോരം വീട്ടിൽ നിറഞ്ഞു നിന്നു. ബുദ്ധിയുള്ള ഒരു മിടുക്കി കുട്ടി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. എന്താ ഇത്? മതികലയുടെ പിറന്നാൾ സമ്മാനം നൽകിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് കുട്ടിമണി രക്ഷപ്പെടുന്നു. മനുഷ്യൻ വീണായിരുന്നോ? ഇല്ല. വീഴത്തില്ല. ഞാനേ മാരനപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ മനുഷ്യനെ വിരിച്ചല്ലേ. മനസ്സിനടുത്തെത്താൻ കൊതിക്കുന്ന മനസ്സും ശരീരവുമായി നടന്ന മതികല രവിയെ വഞ്ചിച്ചുകൊണ്ടേയിരുന്നു. ഇതല്ലേ ത്രില്ല്, ഇതല്ലേ കിക്ക്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം കയറ് കെട്ടി നടക്കുന്നത്. തുടർന്ന് കാണുക. കളിച്ചില്ലേ? നല്ല രസമല്ലേ കളിച്ച്? അയ്യോ കൊച്ചേച്ചി, അയ്യോ കൊച്ചേച്ചി പോവാന്നോ? മനുഷ്യൻ നമുക്ക് കളിച്ചോ? ഇവിടെ എന്താ രവിയേട്ട വലിയ ബഹളം കേട്ടത്? ഗ്ലാസ് തൊഴിച്ച് തെറിപ്പിച്ചോ? ഉറക്കത്തിൽ കാല് തട്ടിയതാന്ന് തോന്നുന്നു. എന്തൊരു ശബ്ദമായിരുന്നു. ഞാൻ ഓർത്ത് വീടെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് എന്റെ തലയിലോട്ട് വീണു. മതിയത് എവിടെ പോയിരുന്നു? കണ്ടില്ലേ വെള്ളം എടുക്കാൻ? എന്നും എടുത്ത് വെക്കുന്നതാ. ഇന്ന് തൊണ്ട വരണ്ട് ജഗ് എടുത്തപ്പോ അതിലൊരു തുള്ളി വെള്ളമില്ല. ജഗിൽ വെള്ളം ഇല്ലായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നെന്നാണല്ലോ എന്റെ ഓർമ്മ. പിന്നെ രവിയേട്ടന്റെ ഒരു ഓർമ്മ. ഇവിടെ വെള്ളം ഇരുന്നിട്ട് അടുക്കളയിൽ പോയി വെള്ളം എടുക്കാൻ എന്റെ തലയ്ക്ക് ഓളമല്ലേ. എന്റെ പൊട്ട, ഇന്നലെ കണ്ടതായിരിക്കും ജഗ് നിറയെ വെള്ളം. ആ ആയിരിക്കും. നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നു? ഞാൻ പോയി എടുത്തോണ്ട് വന്നല്ലോ. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന രവിയേട്ടനെ വിളിച്ചുണർത്തി ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറയാൻ പോവൂല്ലേ? എന്റെ ചെക്കൻ എന്നെ അത്രയ്ക്കൊന്നും അങ്ങോട്ട് കെയർ ചെയ്യണ്ട കേട്ടോ. അതല്ല മതി, നീ രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ അപ്പുറത്തെ പറമ്പിലെ കിണറ്റീന്നല്ലേ വെള്ളം കോരിക്കൊണ്ട് വന്നത്. ഒന്ന് പോ രവിയേട്ട. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേടി. അയ്യോടാ, ദേ മുതുമതിരക്ക് ഇടുന്ന് കൊഞ്ചാതെ മര്യാദയ്ക്ക് കിടക്കാൻ നോക്കി രവിയേട്ട. വേണോ കൊച്ചേച്ചി? വേണോ? വേണേലും വേണ്ടേലും ഞാൻ തരത്തില്ല. ഉപ്പ് നോച്ചാനോ ചിത്രി കപ്പാരോ? പിന്നെ വേവിക്കാത്ത കപ്പയുടെ അല്ലേ ഉപ്പ് നോക്കുന്നത്. വല്യേച്ചിയെ, ഇന്നലെ രാത്രിയിലേ ഒരു രസം ഉണ്ടായിരുന്നേ. ഭയങ്കര രസമായിരുന്നേ. രസവോ? എന്ത് രസം? അതെ, ഇന്നലെ രാത്രിയിലേ ഞാനും മനുഷ്യനും കൊച്ചേച്ചിയും കൂടെ ഉണ്ടല്ലോ, ആ കുട്ടി കൂട്ടാൻ വരുമ്പോ കയ്യെ കൂത്ത് കരിക്കൂത്തം കളിച്ചു. എവിടെ വെച്ച്? അത് ഞങ്ങളുടെ മുറിയിൽ വെച്ചേ. കൊച്ചേച്ചി അങ്ങോട്ട് വന്നായിരുന്നല്ലോ, അപ്പഴാ കളിച്ചത്. എന്റെ കുട്ടിമണി, ഞാൻ എന്റെ മുറിയിലല്ലേ കിടന്നുറങ്ങുന്നത്. പിന്നെ ഞാനെങ്ങനെയാ കുട്ടിമണിയുടെ മുറിയിൽ വരുന്നേ? അപ്പൊ ഞാൻ കണ്ടതോ? അതിന്റെ പേരാ സ്വപ്നം. ഉറക്കത്തില് നമ്മള് സ്വപ്നം കാണാറില്ലേ? അങ്ങനെ കുട്ടിമണി കണ്ടൊരു സ്വപ്നമായി ഇത്. ആണോ? സ്വപ്നായിരുന്നോ? പിന്നല്ലാതെ. പെണ്ണിന്റെ ഒരു കാര്യം, നാളെ നടുത്തളത്തില് വിമാനം ഇറങ്ങിയെന്ന് എവിടെ പറയും? ഓരോരോ തമാശകള്. ചേച്ചേ, നമച്ചേ ഇനി സ്വപ്നം കളിച്ചാ? ആ സ്വപ്നത്തിൽ കണ്ട കളി നമച്ചാ കളിച്ചാ? രസല്ലേ? രവിയേട്ടാ, ഇന്ന് മീറ്റിംഗ് ഇല്ലേ? ഉണ്ട്. രവിയേട്ടൻ ഇന്ന് വരുവോ? നോക്കട്ടെ, അവിടെ ചെല്ലുമ്പോ അറിയാം. വരണേ രവിയേട്ടാ. രവിയേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാനങ്ങ് ഒറ്റപ്പെട്ട പോലാ.
എന്താ സീതയെടുത്തി രാവിലെ പോരുകോഴി നിൽക്കുന്ന പോലെ? സമ്മതിച്ചു തന്നേക്കുവാടി നിന്നെ. നീ മിടുക്കിയല്ല, മിടുമിടുക്കിയ. പാവം കുട്ടിമണി ഒരു സ്വപ്നം കണ്ടു. അതിലെ നായകനും നായിക നീയും മനസ്സിജനും. കൊള്ളാം. പാവം അമ്മയും അപ്പച്ചമ്മയൊക്കെ അത് വിശ്വസിച്ചു. ഞാനത് വിശ്വസിക്കില്ല. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ, വലിച്ചെറിഞ്ഞാലും മതിക്കല്ല 4 കാലിൽ തന്നെ ലാൻഡ് ചെയ്യുന്നു. നീ നോക്കിക്കോ, അധികം ദിവസമേ നിന്റെ ഈ രാത്രി സഞ്ചാരം നടക്കത്തില്ല. സീതടത്തി ഒരു സെർച്ച് ലൈറ്റും കൊണ്ട് നടന്നോ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. മതി, എന്റെ ഷർട്ട് ഒന്ന് എടുത്ത് വെക്കാവോ? തേച്ചു മടക്കി വെച്ചേക്കോ രവിയേട്ടാ. ഷോ, എന്തൊരു നല്ല ഭാര്യ. ഷർട്ടല്ല, രവിയെ തന്നെ തേച്ചു മടക്കി വെച്ചിരിക്കുന്ന ആ പാവം അറിയുന്നില്ലല്ലോ. ഒന്ന് പോ സീതയെടുത്തി. സീതയെടുത്തെ കൊണ്ട് എന്തെങ്കിലും ആവൂങ്കി അതങ്ങ് ചെയ്ത് കാണിക്ക്. അല്ല പിന്നെ എന്താടി, എന്താ പ്രശ്നം? എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ? പറയാം അമ്മേ. നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല സീതയെടുത്തി. അവരെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം എനിക്കറിയാമെന്നറിഞ്ഞിട്ടും രണ്ടും കൽപ്പിച്ചൊരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക അവര്. അവരെ പറ്റിയുള്ള രഹസ്യം ഞാൻ പറഞ്ഞ അവരുടെ തനി നിറം പുറത്തു കാട്ടുമെന്നൊരു രഹസ്യ ഭീഷണി. ഓഹോ, വിരട്ടി നിർത്തണം അമ്മേ. വയലോരം വീട്ടിലെ ഓരോ പുൽക്കൊടിയെ പോലും വിറപ്പിച്ച് നിർത്തണം. അമ്മ ഒന്ന് വരണം അവിടേക്ക്. നല്ല 4 എണ്ണം പറയണം. ഞാൻ വന്നു കയറി വഴക്കുണ്ടാക്കാൻ ഒരു കാരണം വേണ്ടേ? അതിനാണോ പാട്? കാരണം ഞാൻ ഉണ്ടാക്കി തരാം. അതല്ലടി, സ്ഥിരം ഞാൻ വന്ന് ബഹളവും വഴക്കുണ്ടാക്കിയ അവർക്ക് എന്നോടുള്ള വിലയും ഭയവും ഇല്ലാതായി പോവും. അപ്പൊ പിന്നെ വയലോരം വീട്ടുകാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കളത്തിലിറക്കട്ടെ. ആരെ? നരി. അയ്യോ, ജയസേനൻ അങ്കിളോ? അതെ, എന്റെ ആങ്ങള DYSP ജയസേനൻ, നരി ജയൻ. അയ്യോ, അങ്കിളിനെ ഇടപിടിക്കണോ? അറിയാമല്ലോ അങ്കിളിന്റെ നേച്ചർ. പല്ലും നഖവും മിച്ചം കിട്ടിയ ഭാഗ്യം. അതെ, അതുകൊണ്ട് തന്നെയാ സേനൻ വരട്ടെന്ന് പറഞ്ഞേ. നാളെ നിന്റെ ജയസേനൻ അങ്കിളിനെയും കൂട്ടി ഞാനങ്ങ് വരും. പിന്നെ നിനക്കെതിരെ ചെറുവിരൽ അനക്കില്ല അവിടെ ആരും. അപ്പോ നാളെ വയലോരം വീട്ടിൽ നരി ഇറങ്ങുന്നു. എന്റെ അമ്മേ, മതി ആദ്യം ഇക്കാര്യം പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. വരുന്നതേ DYSPയാ. DYSP ജയസേനൻ, മതിയുടെ അങ്കിള്. എന്റെ മാത്രം അങ്കിളാണോ? രവിയേട്ടന്റെയും കൂടെ അല്ലേ? അല്ല, ഈ DYFA എന്ന് പറഞ്ഞ അത്ര വലിയ ആളാണോടാ? DYFA അല്ല, DYSP. പോലീസിലെ പുലിയാ. കൂടും കുന്തം ഒന്നുമില്ല. നീ ഒന്നും മിണ്ടാതിരിക്കെ. വരുന്നത് മനുഷ്യനാണ്. നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെടുവോ എന്തോ? അതാ എന്റെ ഒരു ടെൻഷൻ. ഇതാ ഞാൻ ബാലേട്ടനോട് പറഞ്ഞത്, ഈ കൂനാമുച്ചി പൊരയൊന്ന് പൊളിച്ചു പണിയണമെന്ന്. കേട്ടോ അപ്പച്ചമ്മേ, ഈ ജയസേനങ്ങളുടെ പേര് കേട്ടാലേ എല്ലാവരും പറയ്ക്കും. നീ പൊടി കൊടുന്നു. എത്ര കേസാ തെളിയിച്ചിരിക്കണമെന്നറിയോ? വലിയൊരു കുറ്റവാളിയെ ലോക്കപ്പിലിട്ട് ഉരുട്ടിക്കൊന്നതും ഈ ജയസേനങ്ങളാ. പ്രസിഡന്റിന്റെ മെഡലും കിട്ടിയിട്ടുണ്ട്. അയ്യോടാ, ആളെ കൊല്ലുന്നതിന് ഇപ്പൊ പ്രസിഡന്റ് മെഡലും കൊടുത്തു തുടങ്ങിയോ? ആളെ കൊന്നതിനല്ല മെഡല്, വേറെ കേസ് തെളിയിച്ചാൽ. ആ അമ്മേ, നാളെ ഒരു സദ്യ വേണം. വറുത്തതും പൊരിച്ചതും ഒക്കെ വേണം. ചിക്കൻ അങ്കിളിന് നിർബന്ധ. ആ പിന്നെ മീനാണെങ്കിലും നല്ല തുണ്ട മീൻ നോക്കി വാങ്ങണം. അല്ലാതെ ഇവിടെ മേടിക്കുന്നത് പോലെ വിരൽ വലിപ്പത്തിലുള്ള ചാള പോരാ. പിന്നെ ഏട്ടനോട് നാളെ കടയെന്നും പറഞ്ഞ് പോവാതെ ഇവിടെ കാണണമെന്നും പറഞ്ഞേക്കണം. വാ മതി. ശാരദേ, കേട്ടിടത്തോളം വരുന്നത് ഏതോ വലിയ ആളാണ്. നമ്മുടെ ഈ കുഞ്ഞു വീടിന് പറ്റുമോ ഈ വരുന്ന വലിയ സാറന്മാര്? കലമോളുടെ അമ്മാവനല്ലേ നാത്തൂനെ? ആ, സംബന്ധക്കാരനല്ലേ, സൽക്കരിക്കാം.
രാവിലെ ഞാൻ തന്നെ മാർക്കറ്റിൽ പോവാം. നല്ല മീനും പിന്നെ പോത്തിനെ വെട്ടുന്നിടത്തുനിന്ന് ഫ്രഷ് മീറ്റും ചിക്കനും ഒക്കെ വാങ്ങിച്ചോണ്ട് വരാം. എന്റെ അങ്കിൾ ഇതൊന്നും കാണാതെ കിടക്കുന്ന ആളല്ല. പക്ഷേ ഇവിടെ വരുമ്പോ ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല മതി. ആ രവേട്ടൻ നല്ല ഭവ്യതയോടുകൂടി വേണം അങ്കിളിന്റെ അടുത്ത് നിൽക്കാൻ. നല്ല ഭയഭക്തി ബഹുമാനത്തോടെ. പൂവ് പിന്നെ അങ്കിളിനൊന്നും ഇഷ്ടമല്ലായിരുന്നു ഞാൻ രവേട്ടന്റെ ഭാര്യയാവുന്നത്. എന്തോ കാരണം പറഞ്ഞ് അങ്കിളും കുടുംബവും കല്യാണത്തിന് വരാതിരുന്നത് പോലും അതാ. അങ്കിളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫും 2 മക്കളും, ഒരാണും ഒരു പെണ്ണും. അങ്കിളിന്റെ മകൻ, അതായത് എന്റെ മോർച്ചെറുക്കൻ, എന്നാ മിടുക്കനാണെന്നറിയാമോ? കരാട്ടെ, കുങ്ഫു, ബൈക്ക് സ്റ്റണ്ടിങ്, കാർ റേസിംഗ് എന്ന് വേണ്ട സ്മാർട്ട്, വെരി വെരി സ്മാർട്ട്. അല്ലാതെ രവിയേട്ടനെ പോലെ എപ്പോഴും കൈവിരല് പിടിച്ച് ഞൊട്ടയും വിട്ട് മുണ്ടും വാരി പിടിച്ച് ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. നല്ല ആണത്തമുള്ള ആളാ. സഞ്ജയ് സേനൻ എന്നാ പേര്. പിന്നെ ഒരു മകൾ സൈന സേനൻ. അവരെല്ലാം ബാംഗ്ലൂരാ. മതി എന്താ അങ്ങനെ പറഞ്ഞത്? എന്ത്? മതിയുടെ മുറച്ചെറുക്കന്റെ അത്രയും സ്മാർട്ടല്ല ഞാനൊന്നും. എന്റെ പൊന്നെ, ഞാൻ രവിയേട്ടനെ ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും എന്റെ ചെക്കനങ്ങ് വാടിയോ? അല്ല മതി, മറ്റൊരു പുരുഷനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോ. എന്റെ ബുദ്ധൂസേ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. എനിക്ക് മുറച്ചെറുക്കനെയാ വേണ്ടിയിരുന്നെങ്കിൽ സഞ്ജയുമായിട്ടുള്ള കല്യാണം 2 വീട്ടുകാരും ആഘോഷമായിട്ട് അങ്ങ് നടത്തി തന്നേനെ. അമ്മയുടെ അമ്മാവന്റെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നതാ. പക്ഷേ എനിക്ക് കള്ളത്താടിയും മതിയായിരുന്നു. ആ രവേട്ട, പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് അപ്പിറ്റൈസറായിട്ട് 2 പെഗ് കഴിക്കുന്ന ശീലം അങ്കിളിനുണ്ട്. മദ്യോ? അല്ല, കഞ്ഞിവെള്ളം. അതാണല്ലോ എല്ലാരും അപ്പിറ്റൈസറായിട്ട് ഉപയോഗിക്കുന്നത്. അല്ല മതി, അതിനിപ്പം മദ്യം വാങ്ങണം. ആപ്പ സാധനമൊന്നുമല്ല, നല്ല 1-തരം സ്കോച്ച് അല്ലെങ്കിൽ കോണിയാക്ക്. കോണിയാക്കോ? ആ, അങ്ങനെ ചില സാധനങ്ങളും ഈ ലോകത്തുണ്ട്. ഞാൻ കാശ് തരാം. രവിയേട്ടൻ വിവരമുള്ള ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ട് പോയി വാങ്ങിക്ക്. ഈ വീട്ടിൽ മദ്യം കയറ്റാന്ന് വെച്ചാ അപ്പത്തിന് ചെറുക്കൻ കള്ളു പോലും മേടിക്കാത്ത വീടാ. പിന്നെ നിങ്ങൾ മദ്യവർജന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അങ്കിള് നാളെ ഇവിടെ വരുമ്പോ നല്ല മുന്തിയ ബ്രാൻഡ് തന്നെ ഇവിടെ കാണണം. കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം വരണ്ടെന്ന്. ഞാൻ നാണം കിടുമെന്നല്ലേ ഉള്ളൂ. എന്റെ ആത്മാഭിമാനത്തെക്കാൾ രവിയേട്ടന് വലുത് വീട്ടുകാർ ഇവിടുത്തെ ചട്ടക്കൂടുകളുമാണല്ലോ. കാര്യമില്ലേ മതി, വാങ്ങിക്കാം. എന്ത് വേണേലും വാങ്ങിക്കാം. ശരി, ഞാൻ കാശ് തരാം. രവിയേട്ടൻ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അവര് പറഞ്ഞു തരും നല്ല ബ്രാൻഡ്. ആ, നീ വന്നോ? ഞാൻ കരുതി ജയസേനങ്ങൾ വരുന്നു എന്നറിഞ്ഞ് നീ ഈ സംസ്ഥാനം കടന്നു. സത്യത്തിൽ എനിക്ക് ഭയമുണ്ട് മതി. ഇതിനാവശ്യമില്ലാത്ത കാര്യമായി. നിനക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇനി മതി ചെയ്യും. മിണ്ടാതെ കൂടെ നിന്നാ മതി. അതല്ല മതി, എന്നെപ്പറ്റി എല്ലാം അറിയുന്ന ഒരാൾ, പഴയ സംഭവങ്ങളെല്ലാം അറിയുന്ന ഒരാൾ, അങ്ങനെ ഒരാള് ഇവിടെ. അങ്ങനെ ഒരാള് മുന്നിൽ വരുമ്പോ കാറ്റിൽപ്പെട്ട ആലില പോലെ കരള് വിറയ്ക്കുമല്ലേ മനസ്സിജ? പക്ഷേ തൽക്കാലം നീ പേടിക്കണ്ട. ഇവിടെ നിന്ന് നിന്നെ അങ്കിള് കൊണ്ടുപോകത്തൊന്നുമില്ല. നിന്റെ ഭൂതകാലത്തിനും നിനക്കും ഇടയിൽ ഒരു മതില് പോലെ മതികല നിൽക്കുമ്പോൾ അങ്കിളെന്നല്ല ആരും നിന്നെ തൊടില്ല. പക്ഷേ നീയായിട്ട് ആ മതിലും മറയും വേണ്ടെന്ന് വെച്ചാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് നീ ഓർത്തോണം.
ഒന്ന് മാറിച്ചേ മോൾ എന്തിനാ പേടിക്കുന്നത്? അത് കൊച്ചേച്ചിയുടെ അങ്കിളല്ലേ? ഇതാ അവളുടെ സംബന്ധ വീട്. അതിന് ഇതൊരു വീടാണോ പെങ്ങളെ? കണ്ടിട്ട് വയനാട്ടിലെ പഴയ പോലീസ് സ്റ്റേഷൻ മാതിരിയുണ്ട്. എവിടെ എന്റെ മരുമോള്? അയ്യോ അങ്കിള്, അങ്കിൾ, അങ്കിളിനോട് ഞാൻ പിണക്കുക. എന്തിനാ മോളെ? എന്റെ കല്യാണത്തിന് അങ്കിള് വന്നില്ലല്ലോ. അയ്യോ, അതൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥലത്തില്ലാഞ്ഞിട്ടല്ലേ. രവിയേട്ടാ വാ. ഓ, ഇവനാണല്ലേ നിന്റെ പുള്ളി. എന്താടാ നിന്റെ പേര്? രവി. എന്തോ ഒച്ചത്ത് പറയടാ. രവിചന്ദ്രൻ. എന്റെ കൊച്ചിനെ നല്ലതായിട്ട് നോക്കുന്നുണ്ടോ നീ? അതോ ഭർത്താവിന്റെ വക ഉപദ്രവവും അമ്മാവിയമ്മ പോരും ഒക്കെ ഉണ്ടോ? അയ്യോ ഇല്ലെങ്കിലേ. ഉണ്ടെന്ന് ഞാൻ അറിയരുത്. അറിഞ്ഞാൽ ഇടിച്ച് കൂനി നിർത്തും ഞാൻ. ഡിപ്പാർട്ട്മെന്റിൽ ജേസൻ അറിയപ്പെടുന്നത് നരി ജയൻ എന്നാണ്. നരി പിടിച്ചാൽ അറിയാമല്ലോ. പിന്നെ പല്ലും നഖവും മാത്രമേ മിച്ചം കാണൂ. എന്റെ പൊന്നങ്കിളെ, രവിയേട്ടനെ പേടിപ്പിക്കണ്ട. രവിയേട്ടൻ വെറും പാവാ. എന്നാലും എന്ത് കണ്ടിട്ടാ നീ ഇങ്ങോട്ട് വന്നാ എനിക്ക് പിടിയിട്ട? ആ പറ്റിയ വേണ്ടത്തരം പറ്റി. എടാ, ആ വണ്ടിക്കകത്ത് ടീ ഇരിപ്പുണ്ട്, അത് ഇങ്ങോട്ടോ. LCD-യാ? ഇവിടെ ടിവിയും കുന്തമൊന്നും ഇല്ലെന്ന് നിന്റെ അമ്മ പറഞ്ഞു. എന്റെ ഭർത്താവ് കിടങ്ങിന് ഇത് വാങ്ങിച്ചു തരാനുള്ള പാങ്ങില്ലെന്ന് എനിക്കറിയാം. അതാ ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നത്. എത്ര രൂപയായെങ്കിലേ? ഓ, രൂപ. ടൗണിൽ കട നടത്തുന്ന ഒരു പീതാംബരനുണ്ട്. 1-2 കേസിലെ പ്രതിയാവൻ. അവന്റെ കടയിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ആര് കാശ് കൊടുക്കാൻ? എന്നോട് ചോദിക്കുന്ന അവന് ധൈര്യമുണ്ടോ? നല്ല കളിയായി. UAPA ചുമത്തി ഞാൻ അവനെ അകത്തിടും. അങ്കിൾ ഇങ്ങനെ പുറത്തു നിന്ന് സംസാരിക്കാതെ അകത്ത് വാ. അങ്കിളെ, ഇത് ബാലേട്ടൻ, രവിയേട്ടന്റെ ഏട്ടനാ. ഇത് വൈഫ് സീതയുടെ. ബാലൻ എന്ത് ചെയ്യുന്നു? ഓ, പഠിപ്പും പണിയൊന്നുമില്ല, കർഷകശ്രീയാ. ഇത് അമ്മ, ഇത് അപ്പച്ചിയമ്മ. ഇവരാണോ നിന്നെ തല്ലിയത്? അതൊന്നുമില്ല, അങ്കിള് ചുമ്മാതിരി. പിന്നെ ദേ അതാണ് കുട്ടിമണി. ഓ, ഇതാണല്ലേ മന്ദബുദ്ധി. നീ എല്ലാവരെയും കടിക്കും, റബ്ബർ ബാൻഡിന് അടിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നേരാണോടി? അല്ല, ഇനി അങ്ങനെ വല്ല ചെയ്യോ? ചെയ്താലേ പോലീസ് എന്തൊക്കെ ചെയ്യുന്ന അറിയാം നിനക്ക്? വെട്ടുകൊണ്ടടിച്ച് പുറം പിടിക്കും. നഖത്തിനിടയ്ക്ക് മുട്ടുസൂചി പച്ച ഈർക്കലും കയറ്റും. നഖം പിഴുതെടുക്കും, നാക്ക് കണ്ടിക്കും. എന്റെ അങ്കിളെ, അവളെ വീട്. അങ്കിള് വാ. മോളെ, ഊണെടുത്ത് വെച്ചോ. ഒരു പിടി ചോറിനിട്ട് എനിക്ക് ഇപ്പൊ തന്നെ പോകണം. 2ാമത്തെ ലോകകപ്പിലെ ഗരുഡൻ തൂക്കത്തിൽ ഇട്ടിട്ട് വന്നിരിക്കുക. ചെന്നിട്ട് വേണം ഇടിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ. അങ്കിള് വാ. അമ്മേ, ശാരദേ, കണ്ടോ പട്ടച്ചാരായോ? ആദ്യമായിട്ടാ നമ്മുടെ വീട്ടില്. നീ കഴിക്കൂടാ? ഏയ് നീയോ? ഇല്ല. ജാട ഒന്നും വേണ്ട. വേണമെങ്കിൽ ഓരോ ഗ്ലാസ് അടിച്ചു. ഓ, ഇതാണല്ലേ കിണറ്റി വീണ് കാഞ്ഞു പോയ പുള്ളി. കള്ള പുന്നാര മോൻ. എന്തായാലും കിണറ്റിൽ വീണതുകൊണ്ട് വയറ് നിറച്ചു വെള്ളം കുടിച്ച് ചാവാൻ പറ്റിയല്ലോ. അല്ല, കിണറ്റിൽ വീണതാണോ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അല്ല, അങ്ങനെയും കേസുകൾ ഉണ്ടായിട്ടുണ്ട്.
ആദ്യം വെറും സ്വാഭാവിക മരണം, വീട്ടിലുള്ളവരെ പിടിച്ച് കൊടയുമ്പോ സ്വാഭാവികം അസ്വാഭാവികമായി മാറും, ഒടുക്കം കൊലപാതകമായി മാറും. എന്നാ കുന്തമെങ്കിലും ആകട്ടെ, ചത്തവൻ ചത്തു. അല്ലെങ്കിൽ തന്നെ ഇയാളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്നാത്തിനാ? ചുമ്മാ വിത്തും കൈക്കോട്ടും കേസ്. എടാ, നീ എനിക്ക് ഏതാണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് കലമോള് പറഞ്ഞുവല്ലോ. ബ്രാൻഡിയോ വിസ്കിയോ ഏതാ ഐറ്റം? സ്റ്റാൻഡേർഡ് സാധനമേ ഞാൻ കഴിക്കൂ കേട്ടോ. കൂടി ഐറ്റം ആംഗ്ലേ രവിയേട്ടൻ വാങ്ങി വെച്ചേക്കുന്നത്. അത് കലക്കി. എന്നാ പിന്നെ എടുത്തോ, ഭക്ഷണവും എടുത്തോ. കുപ്പിയുടെ കഴുത്തൊടിച്ചിട്ട് പരിപാടി അങ്ങ് തുടങ്ങിയിരിക്കാം. ശാരദേ, കണ്ടോ പട്ടച്ചാരായോ? ആദ്യമായിട്ടാ നമ്മുടെ വീട്ടില്. നീ കഴിക്കൂടാ? ഏയ് നീയോ? ഇല്ല. ജാടൊന്നും വേണ്ട, വേണമെങ്കിൽ ഓരോ ഗ്ലാസ് അടിച്ചോ. വേണ്ട. അപ്പോ എല്ലാവർക്കും ചിയേഴ്സ്. സൂപ്പർ സാധന. ഇനി കാലിന്റെ നഖത്തിനടിയിൽ നിന്ന് അങ്ങോട്ട് നീറിപ്പോഞ്ഞ് കയറാൻ തുടങ്ങും. പെങ്ങള് വിധവയായാൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. മക്കളൊക്കെ സെറ്റിലായില്ലേ, ഇനി പെങ്ങൾക്ക് വേണമെങ്കിലും ഒരു ബന്ധം ആലോചിക്കാവുന്നേ ഉള്ളൂ. ഏത് വയസ്സാം കാലത്ത് നോക്കാൻ ഒരാള് വേണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. പെങ്ങള് വൈദ്യുതി വെള്ളം എടുത്തോട്ട് വാ പെങ്ങളെ.